ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് അവൽ ഉപയോഗിച്ച് ഹൽവ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൽവ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇത്രയും അവലെടുത്തിട്ടുണ്ട്. ഇത് റെഡ് റൈസിൻ്റെ അവലാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് റൈസിൻ്റെ അവലെടുത്താലും മതി. ആദ്യം ഇതിനെ വറുക്കണം. ഇതേപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് വറുക്കാം. ചെറിയ തീയിലിട്ട് വറുക്കണം. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. ഇത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ പൊടിയണം. ആ പരുവത്തിന് വറുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലിട്ട് ഇതിനെ തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഈ പരുവത്തിന് വറുക്കണം. ഇനി ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനൊരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിനെ ഉരുക്കിയെടുക്കാം. ഉരുക്കി അരിച്ചെടുക്കണം. ഇതിൽ കല്ലും പൊടിയൊക്കെ കാണും. നല്ല ശർക്കരയാണെങ്കിൽ അരിച്ചെടുക്കണ്ട. ശർക്കര നല്ലതുപോലെ തിളച്ച് എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം. അവൽ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് അവലിട്ട് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം. അവൽ നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ എല്ലാം പൊടിച്ചെടുക്കുക. ഇപ്പോൾ അവലെല്ലാം നല്ല പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ശർക്കര അരിച്ചെടുത്ത് അതിൽ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതേപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 5-6 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതിലോട്ട് ഈ മാവ് കുറച്ചായിട്ടിട്ട് കട്ട കെട്ടാതെ നല്ലതുപോലെ ഇളക്കണം. ഇതിപ്പോൾ ചെറിയ പാത്രമായിപ്പോയി. ഇനി ഇതിലോട്ട് ഉരുക്കി വച്ചേക്കുന്ന ശർക്കര ഒഴിച്ച് കൊടുക്കാം. ശർക്കര ഒഴിച്ച് നല്ലതുപോലെ ഇളക്കണം. ഞാൻ ഇതിൻ്റെ പകുതി എടുത്തുണ്ടാക്കി കാണിക്കാം. ഇതിൻ്റെ പകുതി കുറുകിയപ്പോൾ ഇത്രയുമായി. ഇനി നല്ലതുപോലെ കട്ടിയാവുന്നത് വരെ ഇളക്കണം. കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചതും ബദാം പൊടിച്ചതും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കാം. ഇപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നല്ലതുപോലെ കട്ടിയാക്കി എടുക്കാം. ഇപ്പോൾ നെയ്യും ചേർത്ത് 100 ഗ്രാം നെയ്യ് ചേർത്താൽ മതി. ഇനി കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർക്കാം. ഇപ്പോൾ നല്ലതുപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് പാത്രത്തിൽ നെയ്യ് പുരട്ടി അതിനകത്ത് കോരി വയ്ക്കാം. ഇപ്പോൾ ഈ പാത്രത്തിൽ നല്ലതുപോലെ നെയ്യ് പുരട്ടി. ഇനി ഇതിലോട്ട് എല്ലാം കോരി വയ്ക്കാം. എല്ലാം കോരി വെച്ചതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ അമർത്തി വയ്ക്കണം. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. രാത്രി വയ്ക്കുകയാണെങ്കിൽ രാവിലെ എടുക്കാം. ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.